ഹലോ, വെൽക്കം ടു രൂപാസ് കിച്ചൻ. അപ്പോൾ ഇന്ന് നമുക്കിവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ എഗ് റൈസ്, അതായത് മുട്ട കൊണ്ട് റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ 3/4 കപ്പ് പിന്നെ അരി എടുത്തിട്ട് അത് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഒരു ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാള, വലിയ സവാള ഒന്ന്, ചെറുതാണെങ്കിൽ 2, ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. ഞാൻ 3/4 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്, 3 മുട്ട എടുത്തിട്ടുണ്ട്. നിങ്ങൾ 1 കപ്പാണെങ്കിൽ 4 മുട്ട വരെ ചേർക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ എഗ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടാകട്ടെ. നമ്മൾ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്കിതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക്, കടുക് ഒന്ന് പൊട്ടട്ടെ. പിന്നെ അതിൽ ചേർക്കാനുള്ളത് 2 ഗ്രാമ്പൂ, പട്ട, ഏലക്കയൊക്കെ ചേർക്കണം. അപ്പോൾ അതൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു മണം കിട്ടും. നമ്മുടെ റൈസിനെ നല്ലൊരു മണം കിട്ടും. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ള ചേർത്ത് കൊടുക്കാം. കണ്ടോ, 2 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുന്നു. പിന്നെ വന്നിട്ട് 2 ഏലക്ക ഇട്ട് കൊടുക്കുന്നു. പിന്നെ കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നു. ചൂടാകട്ടെ. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ ഒരു 2 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ സവാള കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അത് ചേർക്കാം. സവാള ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി വെക്കട്ടെ. സവാള നല്ല രീതിയിൽ ഒന്ന് വഴറ്റി വെക്കണം. എന്നിട്ട് പിന്നെ നമുക്കിനി 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചിരുന്നുകൊണ്ടാണ് കട്ടിയായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വഴണ്ടിട്ടുണ്ട്. ഇവിടെ 5-6 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ ഈ സവാള ഒന്ന് നല്ലപോലെ വഴണ്ടി കിട്ടട്ടെ. അപ്പോൾ നമ്മുടെ സവാള വഴണ്ടിട്ടുണ്ട്. ഇനി കുറച്ച് മസാലകൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണേ. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ കറി മസാല പൗഡർ, ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയാണ്, 1/2 ടീസ്പൂൺ. പിന്നെ വന്നിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി നിങ്ങളുടെ എരിവ് അനുസരിച്ച് ചേർത്തോണം. കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ കുറച്ച് മതി. ഓക്കെ, ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. നമ്മൾ ചോറിൽ ഉപ്പിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് ആവശ്യമായ ഉപ്പ് ചേർത്താൽ മതി. ഉപ്പ് കൂടി പോകരുത്. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചേർത്തു. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം. നമ്മുടെ ടൊമാറ്റോ നല്ലപോലെ ഒന്ന് വഴണ്ടി കിട്ടണം. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ നല്ല രീതിയിൽ വഴണ്ടി കിട്ടിയിട്ടുണ്ട്. എല്ലാം കൂടെ നല്ല രീതിയിൽ വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു സൈഡിലിങ്ങനെ ഒതുക്കി വെച്ചിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചോണേ. ഈ സൈഡിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 1 സ്പൂൺ മതി കേട്ടോ. അപ്പോൾ മുട്ട ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഓയിൽ ശരിക്കും ആവശ്യമില്ല. എന്നിട്ട് ഞാനിപ്പോൾ 3 മുട്ടയാണ് ഇതിലൊഴിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് മുട്ട കൂടുതൽ വേണം, കൊച്ചുകുട്ടികളൊക്കെ വളർത്താക്കെ മുട്ട കൂടുതൽ ചേർക്കുന്നത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കൂടി ചേർത്തോളാം. ഓക്കെ, ഞാനിപ്പോൾ 3/4 ഗ്ലാസ്, അതായത് 3/4 കപ്പ് അരി എടുത്തിട്ടുള്ളൂ.
നമ്മൾ പൊട്ടിച്ചൊഴിച്ച ഉടനെ തന്നെ നമ്മൾ ഇളക്കണ്ട. ഇളക്കി കഴിഞ്ഞാൽ തീരെ കുഞ്ഞു കുഞ്ഞായി പോകും, മറ്റേ ചെറിയ പീസസ് കിട്ടത്തില്ല. അതുകൊണ്ട് കുറച്ചിങ്ങനെ കളഞ്ഞിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പുറത്ത് ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ കഷ്ണങ്ങളാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാം. തീരെ കുഞ്ഞു പീസസ് ആയാൽ നമുക്കതിന് മുട്ട ഒന്നും കഴിക്കാനായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ മുട്ടയ്ക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് ആൾറെഡി എല്ലാത്തിലും ഇട്ടിട്ടുണ്ട്. ഒരു നുള്ള് ചേർക്കുന്നു. പീസസ് ആയിട്ട് കിട്ടിയിട്ട് ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ റൈസ്, അത് ചേർത്ത് കൊടുക്കാം. ചേർക്കാനേ ഞാൻ ജീര റൈസാണ് എടുത്തത്. പിന്നെ നിങ്ങൾക്ക് പിന്നെ ബസ്മതി റൈസ് വേണമെങ്കിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ വീട്ടിലെപ്പോഴും ചോറുണ്ടാക്കുമല്ലോ, ആ റൈസിലും ചെയ്യാം. ടോപ്പിയരി ചെയ്യാം, പൊന്നിരി ചെയ്യാം, ഏത് അരിയിൽ വേണമെങ്കിൽ ചെയ്യാം. തീരെ വലിയ അരിയാണെങ്കിൽ ചമ്പാവരിയോ തീരെ വലിയ അരി സൈസിലുള്ള അരികളൊന്നും ചേരത്തില്ല. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് സാൾട്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ സാൾട്ട് കറക്റ്റായിട്ടുണ്ട് കേട്ടോ, എരിവ് കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നേ. ഫ്ലെയിം ഓഫ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഇതൊക്കെ മിക്സ് ചെയ്തത് കേട്ടോ. സൂപ്പർ ടേസ്റ്റിയായ എഗ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള എഗ് റൈസ് റെഡി ആയിട്ടുണ്ട്. എഗ് റൈസ് എന്നും പറയാം, എഗ് ബിരിയാണി എന്നും പറയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ സാലഡ്, പപ്പടം, അങ്ങനെ ഇവിടെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എന്ന് വെച്ചാൽ അതിലെല്ലാം ഉണ്ടല്ലോ, എരിവുണ്ട്, ടൊമാറ്റോ, ഒണിയനുണ്ട്, മുട്ടയുണ്ട്. അപ്പോൾ വെറുതെ കഴിക്കാനും നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ജോലി തീർക്കണമെന്നുള്ള സമയത്ത് പിന്നെ ലഞ്ച് ബോക്സൊക്കെ കൊടുത്തുവിടാനും, അതേപോലെ തന്നെ വെജിറ്റബിൾസ് ഒന്നും ഇല്ല, മുട്ട നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ്. നമ്മൾ എന്നും ഒന്നുപോലത്തെ ചോറും കറികളും ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് കഴിക്കണ്ടേ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.